നീണ്ട 22 വർഷത്തിന് ശേഷം വീണ്ടും എല്ലാവരും ഒത്തുകൂടുന്നു. ഇന്നലെ വൈകുന്നേരം വരെയും ഈ ഒത്തുചേരലിൽ പോവേണ്ടെന്ന് തന്നെയാണ് അവൾ തീരുമാനിച്ചിരുന്നത്. ഇന്നലെ രാത്രി 10 മണിക്കാണ് ആ വാർത്ത ഒരു വാട്സാപ്പ് മെസ്സേജിലൂടെ അവളിലേക്ക് എത്തിയത്. ഇതൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്നതിനേക്കാൾ ഉപരി ഈ കൂട്ടുകാരെല്ലാവരും 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണ് എന്നുള്ളതാണ്. 95-ലെ 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ വഴിക്ക് പിരിഞ്ഞുപോയി. വാട്സാപ്പ് എന്ന സാധനത്തിന്റെ ശക്തി കൊണ്ട് 95 ബാച്ചിലെ 100 പേരോളം ഇന്ന് വീണ്ടും ഒരുമിച്ച് കൂടുന്നു. എല്ലാവരുടെയും കുടുംബം കൂടെയുണ്ട്. അവളെ സംബന്ധിച്ചിടത്തോളം അന്നൊരു പ്രതീക്ഷയുടെ ദിവസമാണ്. അവൾ കണ്ണാടിയിൽ നോക്കി. മൂക്കിന്റെ മുകളിലത്തെ കറുത്ത മറുക്, അതിന്റെ വലിപ്പം പിന്നെയും കൂടിയതുപോലെ തോന്നുന്നു. അവളുടെ ജീവിതം തകർത്ത വലിയ മറുക്. എത്രയെത്ര കല്യാണാലോചനകൾ വന്നതാണ്. എത്ര പേരുടെ മുമ്പിൽ ഉടുത്തൊരുങ്ങി ചായയുമായി ചെന്നതാണ്. പിന്നെ മടുത്ത് അവസാനം ഒരു തീരുമാനം എടുത്തു. ഇനി ആരുടെ മുമ്പിലും നിൽക്കില്ല, കല്യാണമേ വേണ്ട. അവസാന തീരുമാനം. മൂക്കിന്റെ മുകളിൽ ഒരു വലിയ മറുകുണ്ടായിപ്പോയത് അവളുടെ കുറ്റമാണോ? എന്നാൽ രാത്രി അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ജെസി എങ്ങനെയോ ആ രഹസ്യം കണ്ടുപിടിച്ചു. ശിവപ്രസാദും കല്യാണം കഴിച്ചിട്ടില്ല. എപ്പോഴും ഇരുണ്ട മുഖവുമായി നടക്കുന്ന ശിവപ്രസാദിനെ അവൾ ഓർക്കുന്നുണ്ട്. 5-ാം ക്ലാസ്സിൽ വെച്ചായിരുന്നു എന്ന് തോന്നുന്നു അവന്റെ അമ്മ മരണപ്പെട്ടത്. അന്ന് എല്ലാവരും കൂടെ അവന്റെ വീട്ടിൽ പോയി. കരഞ്ഞു കലങ്ങിയ മുഖവുമായിരിക്കുന്ന അവന്റെ രൂപം ഇന്നും എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഒരിക്കൽ പോലും അവൻ അവളോട് മിണ്ടിയിട്ടില്ല. എന്നാൽ എപ്പോഴും അവളുടെ മുഖത്തായിരുന്നു അവന്റെ കണ്ണ്. ഓരോ ക്ലാസ്സുകൾ കയറുമ്പോഴും അവന്റെ നോട്ടത്തിന് യാതൊരു വ്യത്യാസവും വന്നില്ല. അവസാന 10-ാം ക്ലാസ് പരീക്ഷയുടെ അവസാന ദിവസം, ഈ ചെറുക്കിന് എന്തിന്റെ കേടാ എന്നുവരെ അവൾക്ക് തോന്നി. ജെസിയും കൂടെ ഉണ്ടായിരുന്നു. എടി സഞ്ജനെ, നോയിക്കേ, അവൻ നിന്നെ നോക്കുന്നുണ്ട്. ഞങ്ങൾ ബസ്സിൽ കയറാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. അവൻ ഞങ്ങളുടെ അടുത്ത് തന്നെ വന്നു നിൽക്കുന്നു. അവൾ താഴേക്ക് തന്നെ നോയിക്കൊണ്ട് നിന്നു. ഇനി നിന്നെ കാണാൻ പറ്റില്ലല്ലോ, അതാവൻ പുറകെ വന്ന് നോക്കുന്നു. ജെസി വീണ്ടും അടുത്ത കമന്റ് പാസ്സാക്കി. സഞ്ജനൊന്നും പറഞ്ഞില്ല. നീണ്ട 22 വർഷത്തിന് ശേഷവും അവൾക്കൊരു കാര്യം മനസ്സിലായി. മൂക്കിന്റെ മുകളിൽ വലിയ പാടുള്ള ഈ മുഖം ഇഷ്ടപ്പെടുന്നത് 95 ബാച്ചിൽ വിട്ടുപിരിഞ്ഞ ശിവപ്രസാദ് മാത്രമായിരുന്നു എന്ന്. ഓരോ ചെറുക്കന്മാരുടെ മുമ്പിൽ പോയി ഉടുത്തൊരുങ്ങി നിൽക്കുമ്പോഴും തന്റെ മുഖത്തെ കറുത്ത പാട് കണ്ട് വെറുപ്പോടെ അവർ പോകുമ്പോഴും ശിവപ്രസാദിനെ വീണ്ടും വീണ്ടും ഓർക്കുമായിരുന്നു. അവൾ അറിയാതെ തന്നെ അവനിലേക്ക് അടുക്കുമായിരുന്നു. അവൻ എന്തുകൊണ്ടായിരിക്കാം കല്യാണം കഴിക്കാതിരുന്നത്? ഇന്ന് അവൻ വരുന്നുണ്ട്. എന്നെ കണ്ട അവൻ തിരിച്ചറിയുമോ? സ്കൂളിലേക്കുള്ള ബസ്സിലിരിക്കുമ്പോൾ അവളുടെ ചിന്തകൾ പല വഴിക്ക് നീങ്ങാൻ തുടങ്ങി. കൂട്ടുകാരികളൊക്കെ മക്കളും ഭർത്താക്കന്മാരുമായിട്ട് വരും. ആൺകുട്ടികൾ ഭാര്യയും കുട്ടികളുമായിട്ടും. എല്ലാവരും ചോദിക്കും എൻ്റെ വിശേഷം. ബസ്സിൽ ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്കൂളിൻ്റെ ബസ് സ്റ്റോപ്പ് എത്താറായി. ഇനി 3 സ്റ്റോപ്പും കൂടെ കഴിഞ്ഞാൽ സ്കൂളെത്തി. അന്ന് തന്നെ നോക്കിയ പോലെ തന്നെ ശിവപ്രസാദ് ഇന്നും തന്നെ നോക്കുമോ? ഇല്ലായിരിക്കും. വളർന്നു വലിയ ആളായി കാണും. ഇന്നെന്നെ കണ്ടാൽ കൂടെ അവൻ തിരിച്ചറിയില്ല. എങ്കിലും ഒരു പ്രതീക്ഷ. അന്നത്തെ മുഴുവൻ കൂട്ടുകാരിലും ഇതുവരെ കല്യാണം കഴിക്കാത്തത് ഒരുപക്ഷെ ഞാനും ശിവപ്രസാദും മാത്രമായിരിക്കും. അവൾ ബസ്സിൽ നിന്നിറങ്ങി. ദൂരെ നിന്ന് എന്നെ കണ്ടു. സ്കൂളിന്റെ മുൻവശം നല്ലപോലെ അലങ്കരിച്ചിരിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം 95 ബാച്ച് എന്നെഴുതിയ വലിയ ബാനറും കാണാം. ഇതെല്ലാം സംഘടിപ്പിച്ചത് സ്കൂളിനടുത്തുള്ള കൂട്ടുകാരാണ്. ഇതൊന്ന് സംഘടിപ്പിക്കാൻ അവരൊക്കെ എത്ര ദിവസമായി കഷ്ടപ്പെടുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തിട്ട് ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്നവരുണ്ട്. അവർക്കിതിന്റെ വല്ല ബുദ്ധിമുട്ട് അറിയേണ്ടതുണ്ടോ? അമേരിക്ക, സൗദി, ഖത്തർ, ഒമാൻ, ബഹ്റിൻ, ഡൽഹി, ബാംഗ്ലൂർ, അങ്ങനെയൊന്നും വേണ്ട. കേരളത്തിനകത്ത് തന്നെയുള്ളവർ പോലും ബുദ്ധിമുട്ടേണ്ടതായി വന്നിട്ടില്ല. എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് സ്കൂളിന്റെ അടുത്ത് തന്നെ താമസിക്കുന്ന കൂട്ടുകാരാണ്. സ്കൂളിൽ പുതുതായി പണി കഴിപ്പിച്ച വലിയ ഓഡിറ്റോറിയത്തിലാണ് ഗെറ്റ് ടുഗദർ പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. സഞ്ജന നടന്ന് ഹാളിലെത്തി. തോരണങ്ങളും ബലൂൺ കൊണ്ടും എല്ലായിടവും അലങ്കരിച്ചിരിക്കുന്നു. പഴയ കൂട്ടുകാരൊക്കെ കുടുംബസമയം തന്നെ എത്തിയിട്ടുണ്ട്. അന്നത്തെ ടീച്ചർമാരും കുറച്ചൊക്കെ എത്തിയിട്ടുണ്ട്. സ്റ്റേജിന്റെ കർട്ടൻ താഴ്ന്നു കിടക്കുകയാണ്. ഗാനമേളയും നാടകമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ പരിപാടികളും അവതരിപ്പിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് സ്കൂളിന്റെ അടുത്തുള്ളവരാണ്. 1 മാസത്തോളമായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുകയാണ്. സഞ്ജനയുടെ കാര്യങ്ങൾ അറിയാവുന്ന ചിലരുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് കുശലം ചോദിച്ചു. ഭർത്താവ് വന്നില്ലേ എന്ന് ചിലരൊക്കെ ചോദിച്ചു. കുറെ കുട്ടികളൊക്കെ ഓടി നടക്കുന്നു. 22 വർഷം മുമ്പത്തെ മുഖങ്ങളുടെ ഓർമ്മയിൽ നിന്നും ഓരോരുത്തരെയും ഇപ്പോഴത്തെ രൂപവുമായി താരതമ്യം ചെയ്യുകയാണ് എല്ലാവരും. ഓരോരുത്തരെയും കാണുമ്പോൾ ആർത്തി ചിരിച്ച് ബഹളം വെക്കുകയാണ് എല്ലാവരും. അന്നത്തെ ചെറിയ കുട്ടികളിൽ നിന്നും നീണ്ട 22 വർഷത്തിന് ശേഷമുള്ള മാറ്റങ്ങൾ. സഞ്ജന ആരോടധികം സംസാരിച്ചില്ല. ആ ചുരുണ്ട മുടിക്കാരൻ ശിവപ്രസാദിനെ അവിടെ എല്ലായിടത്തും തേടുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വരാതിരിക്കുമോ? ജെസ്സിയെ എത്തിയിട്ടില്ലല്ലോ. അവൾ ഇസ്രയേലായിരുന്നു. മിനിഞ്ഞാന്ന് അവളും ഭർത്താവ് 2 മക്കളും ഭർത്താവിന്റെ വീട്ടിലെത്തി. അവളെങ്കിലും ഒന്ന് എത്തിയാൽ മതിയായിരുന്നു. സഞ്ജന, ഒരു ചായ കുടിക്കും. ഒരു കട്ടി മീശ വെച്ച് ഒരുത്തൻ പ്ലേറ്റിൽ നിരത്തി വെച്ച കുറെ ചായ ഗ്ലാസുമായി വന്നു. സഞ്ജന അവനെ സൂക്ഷിച്ചു നോക്കി.
ഓർമ്മ കിട്ടുന്നില്ല. എങ്കിലും അവന് തന്റെ പേരറിയാലോ. അവള് ചായ വാങ്ങി. ഓർക്കുന്നുണ്ടോ സഞ്ജനനെ? സഞ്ജന ആകെന്ന് ചമ്മി. ഞാൻ 10C പഠിച്ച നിങ്ങളുടെ തൊട്ടടുത്ത ക്ലാസ്സിൽ, മറിയാമ്മ ടീച്ചറുടെ ക്ലാസ്സിലേ. അവൻ മറ്റൊരു ഭാഗത്തേക്ക് ചായയുമായി പോയി. ഷൈനോ വന്നു. എന്തൊക്കെയുണ്ട് സഞ്ജന വിശേഷം? സഞ്ജനയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഷൈനോ. ഷൈനയുടെ കുടുംബമൊക്കെ വന്നില്ലേ? ആ, എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ ഗീതയുടെയും പ്രസന്നയുടെയും കൂടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. ഷൈനോ പോയി. എടി സഞ്ജനെ, എടി! നീണ്ടൊരു വിളി കേട്ട് സഞ്ജന തിരിഞ്ഞു നോക്കി. ജെസ്സി, സഞ്ജനയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. 22 വർഷത്തിന് ശേഷം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു. രണ്ടുപേരും കണ്ണുനീർ തുടച്ചു. എന്റെ മക്കളൊക്കെ എന്തിയേ? സഞ്ജന ചോദിച്ചു. അവരൊന്നും വന്നില്ലടി, ഞാൻ മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും കൂടെ വൈകുന്നേരം കൂടി വരാമെന്ന് പറഞ്ഞു. ജെസ്സി സംസാരം തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. എടി സഞ്ജന, ഞാൻ രാവിലെ 8 മണിക്ക് നമ്മുടെ രാജിയുടെ വീട്ടിലെത്തിയതായിരുന്നു. രാജിയുടെ വീട് സ്കൂളിന്റെ അടുത്ത് തന്നെയാണ്. രാജിയൊക്കെയാ ഈ പ്രോഗ്രാം നടത്താനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടത്. സ്കൂളിൽ നിന്ന് 95 രജിസ്റ്റർ തപ്പിയെടുത്തിട്ട് എല്ലാവരുടെയും അഡ്രസ്സ് കണ്ടെത്തി. ആരുടെയും ഫോൺ നമ്പർ ഇല്ലല്ലോ. പിന്നെ അവർ ലെറ്റർ എഴുതിയായിരുന്നു എല്ലാവർക്കും. ജെസ്സി പറയുന്നത് സഞ്ജന ശ്രദ്ധയോടെ കേട്ടിരുന്നു. രാജി പറയുന്ന കഥകളൊക്കെ നീ കേൾക്കണം സഞ്ജനെ. നമ്മുടെ കൂട്ടുകാരിൽ പലരുടെയും അവസ്ഥ വളരെ മോശം. ഒരു ഫോൺ പോലും ഇല്ലാത്തവരുണ്ട്. ഇതുവരെ കല്യാണം നടക്കാത്ത ഒത്തിരി പേരുണ്ട്. കുട്ടികളുണ്ടാവാത്തവര്, ഭർത്താവിന് അസുഖമായിട്ട് കിടക്കുന്നവര്. വളരെ കുറച്ചുപേർ മാത്രമേ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുള്ളൂ. ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കുന്നവർ വരെ ഉണ്ട്. സഞ്ജനക്കാകെ സങ്കടമായി. ഞാനൊക്കെ 3 പ്രസവം കഴിഞ്ഞു. ഇനി 4ാമത്തെ വേണമെന്ന് ആലോചിക്കുക. അന്നേരം നിന്റെ ഒരു കല്യാണ വിരോധം. ഹാള് നിറഞ്ഞു കഴിഞ്ഞു. ഏകദേശം 300 പേരോളം എത്തിക്കഴിഞ്ഞു. ടീച്ചർമാരും 15 പേരോളം എത്തി. ചെറിയ കുട്ടികളെല്ലാവരും കൂടെ കിടന്ന് ബഹളം വയ്ക്കുന്നു. വിദേശത്തു നിന്ന് വന്ന കുട്ടികൾക്കാണ് ഭയങ്കര ആവേശം. ഒരു ഫ്ലാറ്റിനകത്ത് തന്നെ കൂട്ടിലിട്ട തത്തേ പോലെ ജീവിച്ച കുട്ടികളാണ് വിദേശത്തെ മിക്ക കുട്ടികളും. അവർക്ക് സ്വർഗം കിട്ടിയ പോലത്തെ അനുഭൂതിയാണ്. ഓഡിറ്റോറിയത്തിന്റെ പ്രധാന കവാടത്തിൽ കയ്യിലൊരു ചെറിയ ഹാൻഡ് ബാഗും തൂക്കിയിട്ട് മുടി ചുരുണ്ടൊരു ചെറുപ്പക്കാരൻ വന്നു. ഒറ്റ നോട്ടിൽ തന്നെ ജെസ്സിക്ക് ആളെ മനസ്സിലായി. അവൾ സഞ്ജനയെ കാണിച്ചു കൊടുത്തു. എടി സഞ്ജനെ, നീ ഇവിടെ പതുങ്ങിയിരിക്കുക. കുറച്ചുകൂടെ ആ മൂലക്കേക്ക് മാറിയിരിക്കുക. ചുരിദാറിന്റെ ഷാളെടുത്ത് തലയിലേക്ക് ഇടുക. അവൾ ജെസ്സി പറഞ്ഞ പോലെ തന്നെ ചെയ്തു. എന്നിട്ട് ഓടി കണ്ടിട്ട് ശിവപ്രസാദിനെ നോക്കി. അവൻ ആരെയോ തേടുകയാണ്. ആരൊക്കെ അവനോട് കുശലം ചോദിക്കുന്നുണ്ട്. അവനൊന്നും ശ്രദ്ധിക്കുന്നില്ല. കളിക്കോപ്പ് കളഞ്ഞുപോയ കുട്ടിയെപ്പോലെ അവൻ എല്ലായിടത്തും ഓടി നടന്ന് പരതുകയാണ്. എടി, നിന്നെ മറന്നിട്ടില്ലടി, അവൻ നിന്നെ തന്നെയാ തിരയുന്നത്, ജെസ്സി പറഞ്ഞു. അവസാനം അവൻ ജെസ്സിയെ കണ്ടതും ആ ഭാഗത്തേക്ക് ഓടിയെത്തി. അവനറിയാം ജെസ്സിയുടെ കൂടെ സഞ്ജന ഉണ്ടാവുമെന്ന്. സഞ്ജന തലയിൽ നിന്ന് ഷോൾ എടുത്ത് മാറ്റി. അവൻ വന്ന് സഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖത്ത് എന്തോ ആശ്വാസം വന്ന പോലെ. കുറച്ചു നേരം അവൻ സഞ്ജനയെ തന്നെ നോക്കി നിന്നു. പിന്നെ മറ്റു കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. ശിവപ്രസാദൊന്നും മിണ്ടിയില്ലല്ലോ. ജെസ്സി സഞ്ജനയെ നോക്കി. 22 വർഷത്തിന് മുമ്പ് എങ്ങനെയാണ് അവൻ നോക്കിയത്, അതിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല. അവന്റെ കണ്ണുകൾ നനയുന്ന പോലെ തോന്നിയെന്ന് മാത്രം. ഇവൻ എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഒന്നും മിണ്ടൊന്നുമില്ലല്ലോ. സഞ്ജന ജെസ്സിയോട് ചോദിച്ചു. നീ തുറന്നു ചോദിക്കും സഞ്ജനെ. എനിക്ക് വയ്യ. സഞ്ജന കരച്ചിലിന്റെ വക്കോളമെത്തി. സഞ്ജന, നിനക്കിപ്പോൾ 37 വയസ്സായി. ഇനി ഒരാൾ വന്ന് കല്യാണം കഴിക്കുക എന്നുള്ളത് ഭയങ്കര പാടാ. നിന്റെ മൂക്കിന് മുകളത്തെ പാട് കണ്ടിട്ടും നിന്നെ ഇപ്പോഴും ഓർത്തിരിക്കുകയാണ് ശിവപ്രസാദ്. ജെസ്സി ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് നേരിട്ട് ചോദിക്കാം. ചോദിച്ചൊരു വാക്ക് പോകുന്നല്ലേ ഉള്ളൂ. കിട്ടിയൊരു ജീവിതമല്ലേ. ജെസ്സി വീണ്ടും സഞ്ജനയെ നോക്കി. സഞ്ജനെ, നീ സമ്മതിക്കണേ, ഞാൻ ചോദിക്കാം. ജെസ്സി ഭയങ്കര ധൈര്യശാലിയാണ്. എങ്ങനെ ചോദിക്കും, ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന്? സഞ്ജനക്ക് അതായിരുന്നു സംശയം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, അതൊക്കെ നമുക്ക് ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ഗീതം ചൊല്ലുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. മൈക്കിലൂടെ അറിയിപ്പ് വന്നു. എല്ലാവരും എണീറ്റ് നിന്ന് കൈകൾ കൂപ്പി. സ്റ്റേജിൽ 37 വയസ്സുള്ള 12 പേരിൽ നിന്ന് പാടുന്നു. 6 ആണുങ്ങളും 6 പെണ്ണുങ്ങളും. അന്നത്തെ പ്രാർത്ഥനാ ഗീതം തന്നെ. ഒരിക്കൽ കൂടി എല്ലാവരുടെയും മനസ്സ് വർഷങ്ങൾ പുറകിലേക്ക് പോവാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും തങ്ങളുടെ സീറ്റുകളിൽ ഇരുന്നു. ജെസ്സി സഞ്ജനയുടെ കയ്യിൽ തോണ്ടി. എന്താടി, നീ നമ്മളിരിക്കുന്നതിന്റെ ഇടതുവശത്തേക്ക് നോക്ക്. സഞ്ജന ഇടതുവശത്തിരിക്കുന്നവർ ഓരോരുത്തരെയും നോക്കി. അതാ 5ാമതിരിക്കുന്നത് ശിവപ്രസാദാണല്ലോ. അവൻ നിന്നെ കാണാൻ തന്നെയാടി അവിടെ ഇരിക്കുന്നത്, ജെസ്സി പറഞ്ഞു. ഇവൻ ഈ പരിപാടി വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണല്ലോ. ഒരക്ഷരം പോലും മിണ്ടില്ല, ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും. സഞ്ജനയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു. എല്ലാ ടീച്ചർമാരും സ്റ്റേജിൽ വന്നിരുന്നു. സ്കൂളിനടുത്ത് തന്നെയുള്ള ഉല്ലാസമാണ്. എല്ലാ കാര്യത്തിനും ആദ്യം മുതൽ ഓടി നടന്നു. വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ അവൻ തന്നെ. അവൻ സ്വാഗതം പറഞ്ഞു. പിന്നെ ടീച്ചർമാർ ഓരോരുത്തരായി സംസാരിച്ചു. അതെ, അടുത്തൊരു മിനി ഗാനമേള ആരംഭിക്കുകയാണ്. നമ്മുടെ തന്നെ കൂട്ടുകാരാണ് പാടുന്നത്. ഉല്ലാസം മൈക്കിൽ കൂടെ വിളിച്ചു പറയുന്നു.
പണ്ടത്തെ ബാലകലോത്സവത്തിനൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട് പാടാൻ. ചിലരുടെ കുട്ടികൾ ഓരോ പാട്ടുകൾ സഞ്ജന ഓരോ പാട്ട് കഴിയുമ്പോഴും ഇടത്തോട്ട് നോക്കും. ശിവപ്രസാദ് സഞ്ജനയെ തന്നെ തുറിച്ചു നോക്കുന്നത് കാണാം. കുറെ പാട്ടുകൾ കഴിഞ്ഞപ്പോൾ ആകെ ബോറാൻ തുടങ്ങി. ഇന്നുവരെ സ്റ്റേജിൽ പോലും കയറാത്തവരൊക്കെ ഒന്ന് പാടാൻ തുടങ്ങി. എടി ജെസ്സി, നിന്റെ തലയിലും മുടിയൊക്കെ എന്തേടി? തലയോട്ടിയൊക്കെ തെളിഞ്ഞല്ലോ. സ്കൂളിൽ തന്നെ ഏറ്റവും കൂടുതൽ മുടിയുണ്ടായിരുന്നത് ജെസ്സിക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പനങ്കുല പോലത്തെ മുടി. എൻ്റെ സഞ്ജനെ, മുടിയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം. ജെസ്സി എലിവാല് പോലെ ആകെ ഇത്തിരിയുള്ള മുടിയെടുത്ത് മുന്നോട്ടിട്ടുകൊണ്ട് പറഞ്ഞു. ഗൾഫിൽ ജീവിക്കുന്നവരുടെ എല്ലാ അവസ്ഥയും ഇതാണടി. അവിടുത്തെ കാലാവസ്ഥയും അതുപോലെ ക്ലോറിൻ വെള്ളത്തിലുള്ള കുളി, എല്ലാവരുടെയും മുടി പൊഴിഞ്ഞ് തീരാറായി. അവരുടെ സംസാരത്തിനിടക്ക് സ്റ്റേജിൽ നിന്ന് ഉല്ലാസിന്റെ അനൗൺസ്മെന്റ്. പ്രിയപ്പെട്ട സഹപാഠികളെ, അടുത്തൊരു ലഘു നാടകത്തിന് ശേഷം നമ്മളെല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി പിരിയുകയാണ്. ഈ നാടകത്തിന്റെ കഥാ സംവിധാനം എല്ലാം ചെയ്തിരിക്കുന്നത് 10 ബിയിലുണ്ടായിരുന്ന ജോമോനാണ്. നാടകം ആരംഭിക്കുകയാണ്. പണ്ടത്തെ ക്ലാസ് റൂം തന്നെയാണ് നാടകമായി അവതരിപ്പിക്കുന്നത്. അന്നത്തെ ക്ലാസ് റൂമിലെ ചില സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു ചെറു നാടകം. അഭിനയിക്കുന്ന എല്ലാ സ്കൂളിനടുത്തുള്ള കൂട്ടുകാർ തന്നെ. നാടകം കഴിഞ്ഞു. എല്ലാവരും കൈയടിച്ചു. ഭക്ഷണത്തിനായി മേശയും കസേരയൊക്കെ പിടിച്ചിടുകയാണ്. എല്ലാവരും ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊടുത്തു. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് ഓഡിറ്റോറിയം അടച്ചു. ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്താണെന്ന് തോന്നുന്നു. ഓഡിറ്റോറിയത്തിനകത്ത് മേശയും കസേരയൊക്കെ നീക്കിയിടുന്ന ശബ്ദം കേൾക്കാം. എല്ലാവരും പുറത്തെ തണൽ മരങ്ങളുടെ കീഴിൽ നിന്ന് വർത്തമാനം പറയുന്നു. ഒത്തിരി വർഷങ്ങൾ കൂടി കാണുന്നവരായതിനാൽ ഒത്തിരി കാര്യങ്ങൾ അവർക്കെല്ലാം സംസാരിക്കാനുണ്ട്. ജെസ്സിയും സഞ്ജനയും കിണറിൻ്റെ അടുത്തുള്ള വാഗമരത്തിൻ്റെ ചുവട്ടിലെത്തി. എടി സഞ്ജനെ, ജെസ്സി എന്തോ ഗൗരവമായി സംസാരിക്കാൻ തുടങ്ങി. നീ കണ്ടില്ലേ, ശിവപ്രസാദ് ഇപ്പോഴും നിന്നെ നോക്കുന്നുണ്ടല്ലോ. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അന്നത്തെ പോലെ തന്നെ അവൻ നോക്കുന്നുണ്ട്. സഞ്ജന ചിരിച്ചിട്ട് സ്റ്റാഫ് റൂമിന് നേരെ കൈ ചൂണ്ടി കാണിച്ചു. ജെസ്സി അതിശയിച്ചു പോയി. ശിവപ്രസാദ് സ്റ്റാഫ് റൂമിന്റെ വരാന്തയിൽ നിന്ന് സഞ്ജനയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. സഞ്ജനെ, ജെസ്സി ഒരു കാരണവരെ പോലെ സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മിക്കവരുടെയും കല്യാണം കഴിഞ്ഞു. നിനക്ക് ഒത്തിരി കല്യാണാലോചന വന്നതാ. എല്ലാം മുടങ്ങിയതിന്റെ മൂക്കിന്റെ മുകളത്തെ ഈ വലിയ പാടുള്ളതുകൊണ്ടാ. സഞ്ജന വളരെ വിഷമത്തോടെ ജെസ്സി പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. എൻ്റെ ജെസ്സി, ഞാനതിന് എന്ത് ചെയ്യാനാ? അത് തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. ശിവപ്രസാദ് നിന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അവനിതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. സഞ്ജന ഒന്ന് ചമ്മിയെന്ന് തോന്നുന്നു. കാരണം അവളും ആഗ്രഹിക്കുന്ന അത് തന്നെയാണല്ലോ. എടി ജെസ്സി, നീ കാണുന്നല്ലേ ഇത്? അവൻ തുറച്ചു നോക്കുന്നല്ലോ, ഒന്നും പറയുന്നില്ലല്ലോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചെറിയ ക്ലാസ് മുതൽ ഇവ നോക്കാൻ തുടങ്ങിയതാ. അതൊന്നും സാരടി സഞ്ജന, നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. എനിക്കെങ്ങും വയ്യ. നീ എൻ്റെ കൂടെ നിന്നാ മതി, ഞാൻ ചോദിക്കാം. അതും പറഞ്ഞ് ജെസ്സി സഞ്ജനയുടെ കയ്യിൽ ശക്തിയായി വലിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിന്റെ വരാന്തയിൽ നിൽക്കുന്ന ശിവപ്രസാദിന്റെ അടുത്തേക്ക് നടന്നു. അവിടെ മറ്റു കുട്ടികളൊന്നും ഇല്ലായിരുന്നു. മിക്കവാറും എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറി. എന്നാണ്ട് ശിവപ്രസാദ് വിശേഷം? ജെസ്സി ചോദിച്ചു. സഞ്ജന ഒന്നും മിണ്ടാതെ ജെസ്സിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നു. സുഖമായിട്ടിരിക്കുന്നു ജെസ്സി. അതും പറഞ്ഞ് അവൻ സഞ്ജനയും നോക്കി. എങ്ങനെ തുടങ്ങുമെന്നോർത്തൊരു പിടിയും കിട്ടുന്നില്ല ജെസ്സിക്ക്. സാധാരണ ആൺവീട്ടുകാരാണ് ആലോചനയുമായിട്ട് പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്. സഞ്ജനയുടെ മനസ്സിലും പെരുമ്പറ കൊട്ടുന്നുണ്ട്. ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ പൂക്കൾ വിരിയാൻ തുടങ്ങുന്ന നിമിഷമായിരിക്കാം ഇത്. ജെസ്സി രണ്ടും കൽപ്പിച്ച് ഉള്ള കാര്യം തുറന്നു ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇത്തിരി അടുപ്പം കൂടുതലായിക്കോട്ടെ എന്ന് വിചാരിച്ച് എടാന്ന് തന്നെ വിളിച്ചു. ഞാനൊരു കാര്യം ചോദിക്കാം. നിന്റെ മനസ്സിൽ എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം, എന്നാലും ചോദിക്കാം. ജെസ്സി ഒരു കള്ളച്ചിരിയൊക്കെ പാസ്സാക്കി. എന്താണ് ജെസ്സി? ശിവപ്രസാദിനും കൗതുകമായി. എടാ, നിനക്ക് സഞ്ജനയെ കല്യാണം കഴിക്കാമോ? ജെസ്സി ഒരു പരുവത്തിൽ പറഞ്ഞൊപ്പിച്ചു. അത് പറഞ്ഞ ശിവപ്രസാദിന്റെ മുഖം കാർമേഘം പോലെ ഉരുണ്ടുകൂടി. അവൻ സ്റ്റാഫ് റൂമിന്റെ വലിയ തൂണിൽ കൈകൾ രണ്ടും വട്ടം ചുറ്റി പിടിച്ചു. അവൻ തലകറങ്ങി താഴെ വീഴുമെന്ന് വരെ തോന്നാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. തലകുനിച്ചുകൊണ്ട് കണ്ണും തുടച്ചുകൊണ്ട് അവനോട് നിന്ന് നടന്നു നീങ്ങി. അവനൊന്നും പറഞ്ഞില്ല. ജെസ്സിയുടെ നെഞ്ചിലൊരു ഇടിവാള് മിന്നിയ പോലെയായി. സഞ്ജനയ്ക്ക് ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. സഞ്ജനെ, അവനൊന്നും മിണ്ടിയില്ലല്ലോ, അവനൊന്നും പറഞ്ഞില്ലല്ലോടി. രണ്ടുപേരും കരച്ചിലിന്റെ വക്കോളം എത്തി. ജെസ്സി വീണ്ടും സഞ്ജനയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ശിവപ്രസാദിന്റെ പുറകെ ചെന്നു. അവിടെ അങ്ങ് ദൂരെ ഒരു മാവിന്റെ ചോട്ടിൽ അവൻ നിൽക്കുന്നു. എടാ ശിവപ്രസാദേ, ഇത്തിരി ഉച്ചത്തിൽ തന്നെ ജെസ്സി വിളിച്ചു. നീ കുറെ കാലമായിട്ട് ഇവിടെ നോക്കുന്നുണ്ടല്ലോ. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിന്റെ നോട്ടത്തിന് കുറവ് വന്നിട്ടില്ലല്ലോ. ജെസ്സിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കഴിഞ്ഞു. നീ വെറും വായി നോക്കിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. അതും പറഞ്ഞു ജെസ്സി സഞ്ജനയോടായി പറഞ്ഞു. പാടി, നമുക്ക് പോവാം. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ശിവപ്രസാദ് രണ്ടുപേരെയും നോക്കി. കുറെ നേരത്തേക്ക് എല്ലാവരും നിശബ്ദരായി. ശിവപ്രസാദിന്റെ മറുപടിക്കായി അവർ രണ്ടാളും കാത്തു നിൽക്കുന്നു. ശിവപ്രസാദ് മാവിന്റെ തടിയിൽ കൈകുത്തി നിന്നു. ജെസ്സിയും സഞ്ജനയെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? 5ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ അമ്മ മരിച്ച് അന്ന് നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ വന്നായിരുന്നല്ലോ. ശിവപ്രസാദ് പറഞ്ഞു തുടങ്ങി. അതേ ശിവപ്രസാദെ, ഞങ്ങൾ നിന്റെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. 10 വയസ്സുണ്ടായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ മരണം ഒരു വലിയ ആഘാതം തന്നെയായിരുന്നു. അമ്മയായിരുന്നു എൻ്റെ എല്ലാം. സ്കൂളിൽ വരാൻ പോലും ഞാൻ കൂട്ടാക്കിയിരുന്നില്ല.
അമ്മയെ ദയിപ്പിച്ച പ്ലാവിൻ്റെ ചുവട്ടിൽ പോയി രാവിലെ മുതൽ ഇരിക്കുകയായിരുന്നു ഞാൻ. ആരും പോലും കഴിക്കില്ലായിരുന്നു. പിന്നീട് നിങ്ങൾക്കറിയാലോ, ടീച്ചർമാരെല്ലാവരും കൂടെ വീട്ടിൽ വരികയും പിന്നീട് ഞാൻ സ്കൂളിൽ വരാനും തുടങ്ങി. ജെസ്സിയും സഞ്ജനയും വളരെ ഉത്കണ്ഠയോടെ അവൻ പറയുന്നത് കേട്ടു. ബാക്കി ഭാഗം കേൾക്കാനായി കാതു കൂർപ്പിച്ചു. അന്നു മുതലാണ് ഞാൻ സഞ്ജനയുടെ മൂക്കിൻ്റെ മുകളിലെ കറുത്തപാട് കാണാൻ തുടങ്ങിയത്. ശിവപ്രസാദ് സഞ്ജനയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി. എന്നിട്ട് നീ പറയൂ ശിവപ്രസാദേ. ജെസ്സിക്ക് ബാക്കിയോടെ കേൾക്കാൻ തിടുക്കമായി. എൻ്റെ അമ്മയുടെ മൂക്കിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഒരു കറുത്ത പാടുണ്ടായിരുന്നു. സഞ്ജനയുടെ മൂക്കിൻ്റെ മുകളിലുള്ള ആ കറുത്ത പാടാണ് പിന്നീട് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. കേവലം 10 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞു മനസ്സിന് അമ്മയുടെ സാന്നിധ്യം പിന്നീടുള്ള ജീവിതത്തിൽ കിട്ടിയത് സഞ്ജനയുടെ ഈ കറുത്ത മറുകിൽ നിന്നായിരുന്നു. ഈ കറുത്ത പാടായിരുന്നു 10ാം ക്ലാസ് വരെ എന്നെ മുന്നോട്ട് നയിച്ചത്. ഈ കറുത്ത പാട് കാണുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെയുള്ള പോലെ എനിക്ക് തോന്നുമായിരുന്നു. ശിവപ്രസാദ് ഒരു ദീർഘനിശ്വാസം വിട്ടു. ഞാൻ മിലിറ്ററിയിൽ 18 വർഷം പൂർത്തിയാക്കി. ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇല്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഇതുവരെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ല. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നിന്നും ഞാനിന്നിവിടെ എത്തിയത് തന്നെ മൂക്കിന് മുകളിലത്തെ ഈ കറുത്ത പാട് കാണാൻ തന്നെയാണ്. ശിവപ്രസാദ് കണ്ണുകൾ തുടച്ചു. ഇനി ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ? ഉല്ലാസ് അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങളിവിടെ നിൽക്കുവാണോ? ഭക്ഷണം കഴിക്കവാ. എല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിലെത്തി. ശിവപ്രസാദ് ഇരുന്നു. അടുത്തേനെ സഞ്ജനയും ഇരുന്നു. ജെസ്സി പതുക്കെ അവിടുന്ന് കുറച്ച് മാറിയിരുന്നു. സഞ്ജന അവിടുന്ന് എഴുന്നേൽക്കാനൊരുങ്ങി. അവിടെ ഇരിക്കുക സഞ്ജനെ. ജെസ്സി അവളെ പിടിച്ച് അവിടെ ഇരുത്തി. പഴയ കൂട്ടുകാരൊക്കെ വിളമ്പുന്നു. ജോബി ചോറ് കൊണ്ടുവന്നു. അനീഷ് സാമ്പാറുമായി പുറകെ വരുന്നു. പരിപ്പ് പരിപ്പേ പരിപ്പ് പരിപ്പേ. പരിപ്പ് കറിയുമായിട്ട് രവിശങ്കർ വരുന്നു. സഞ്ജനക്ക് നല്ല ചിരി വരുന്നുണ്ട്. സഞ്ജന ഇരുന്ന് ചിരിക്കാണോ? കഴിക്ക്, ശിവപ്രസാദ് പറഞ്ഞു. രണ്ടുപേരും ചോറുണ്ണാൻ തുടങ്ങി. സഞ്ജനയുടെ ഇലയിലിരുന്നൊരു പഴമെടുത്ത് അവൾ ശിവപ്രസാദിന്റെ ഇലയിലേക്ക് വെച്ചു. സഞ്ജന പഴം കഴിക്കില്ലേ? ശിവ കഴിച്ചോളൂ. അവൾ ശിവപ്രസാദിനെ ആദ്യമായിട്ടാണ് ശിവ എന്ന് വിളിച്ചത്. ശിവപ്രസാദിനും അത് ഇഷ്ടപ്പെട്ടു. അടുപ്പമുള്ളവർ അവനെ അങ്ങനെയാണ് വിളിക്കുന്നത്. ഇനി ആർക്കെങ്കിലും ചോറ് വേണോ? രാജീവ് ചോറുമായി വരുന്നു. പച്ചമോരേ പച്ചമോരേ. പച്ചമോര് കൂട്ടി ഇത്തിരി ചോറും കൂടെ കഴിക്കുന്നോ? പുറകെ തന്നെ പച്ചമോരുമായി ശ്രീജിത്ത് വരുന്നു. ഊണ് കഴിഞ്ഞ് സഞ്ജനയും ശിവപ്രസാദും കൈ കഴുകി വീണ്ടും ഓഡിറ്റോറിയത്തിൽ തന്നെ വന്നിരുന്നു. ഇനി നമ്മുടെ കായിക മത്സരങ്ങൾ തുടങ്ങിയാണേ, ഉല്ലാസ് അനൗൺസ് ചെയ്തു. കസേര കളി, സൂചിയിൽ നൂലോർക്കൽ, ചാക്കിൽ ചാട്ടം, സ്പൂൺ റേസ് എല്ലാവരോടും പങ്കെടുക്കാൻ പറഞ്ഞു. പരിപാടിയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. മലയാളം ടീച്ചർ ലക്ഷ്മിക്കുട്ടി ടീച്ചർ വേദിയിൽ വന്നു. ഒരു പ്രസംഗത്തിനുള്ള തയ്യാറെടുപ്പാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ടീച്ചർ പ്രസംഗം ആരംഭിച്ചു. സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. 95 ബാച്ചിലെ കുട്ടികളെല്ലാവരും കൂടെ ഇങ്ങനൊരു ഒത്തുകൂടൽ സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരുമിച്ച് കാണാൻ സാധിച്ചത് ഞങ്ങൾ ടീച്ചർമാർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത വർഷവും നമുക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ ഇവിടെ ഒത്തുകൂടണം. എല്ലാവരും കൈകൊട്ടിക്കൊണ്ട് ആർത്തു വിളിച്ചു. അടുത്ത വർഷവും ഇങ്ങനെ ഒത്തുകൂടണമെന്ന് എല്ലാവരും തീരുമാനിച്ച പോലെയുണ്ട്. വീണ്ടും ഉല്ലാസ് വേദിയിലെത്തി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉല്ലാസ് പരിപാടി അവസാനിപ്പിക്കുന്നതിന് ഭാഗമായി സംസാരിക്കാനെന്ന് തോന്നുന്നു. നമ്മുടെ പ്രോഗ്രാം ദേശീയഗാനത്തോടു കൂടി അവസാനിക്കുകയാണ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്നത്തെ ഈ ഒത്തുചേരലിൽ എത്തിച്ചേർന്ന പോലെ തന്നെ അടുത്ത വർഷം നമുക്ക് ഒത്തുകൂടണം. ദേശീയഗാനം ആരംഭിച്ചു. എല്ലാവരും എണീറ്റ് നിന്നു. ഓരോരുത്തരായി യാത്ര പറഞ്ഞ് പിരിയാൻ തുടങ്ങി. അതെ, രണ്ടുപേരും 750 രൂപ വീതം തന്നേ. മനീഷ് ഒരു ചെറിയ ബാഗ് ഒരു ബുക്കായിട്ട് വന്നു. സഞ്ജന 750 രൂപ കൊടുത്തു. ശിവപ്രസാദ് 750 രൂപ കൊടുത്തു. ഈ പ്രോഗ്രാമിന് ചിലവന്ന കാശ് എല്ലാവരും കൂടെ കൊടുക്കുകയാണ്. ആകെ ചെലവച്ച് നോക്കിയപ്പോൾ ഒരു പൂർവ്വ വിദ്യാർത്ഥി 750 രൂപ കൊടുക്കണം. ഓഡിറ്റോറിയത്തിന്റെ ഒരു മൂലക്ക് സംഘാടകരെല്ലാവരും കൂടെ നിൽക്കുന്നു. ശിവപ്രസാദ് അവിടെ അടുത്തേക്ക് ചെന്നു. പരിപാടി മൊത്തത്തിൽ വിജയിച്ചില്ല എന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്, ഉല്ലാസ് പറയുന്നു. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്, മനീഷും പറഞ്ഞു. രാജിയുടെ അഭിപ്രായം എന്താ? എല്ലാവരും കൂടി രാജിയെ നോക്കി. എടാ, വർഷങ്ങളായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന, എത്ര വർഷം കൂടി എല്ലാവരും പരസ്പരം കാണുന്നു. അവർക്കൊന്നും ഈ പറയുന്ന പോലെ കസേരകളിലും ചാക്കിച്ചാട്ടത്തിലൊക്കെ പങ്കെടുക്കാൻ എവിടുന്ന സമയമുള്ളത്? എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനുള്ളത്? രാജി പറഞ്ഞു നിർത്തി. ചിലരാണെങ്കിൽ വന്നപ്പോൾ മുതൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നൊരു ദിവസങ്ങളിൽ ഇവർക്ക് ഫേസ്ബുക്കിനും വാട്സാപ്പിനും അവധി കൊടുത്തുകൂടെ? സനീഷിന്റെ കമന്റ്. സഞ്ജനയും ശിവപ്രസാദ് ഓഡിറ്റോറിയത്തിന് പുറത്തിറങ്ങി. എല്ലാവരും തന്നെ പോയി കഴിഞ്ഞിട്ടും സഞ്ജനയും ശിവപ്രസാദും മാത്രം സ്കൂളിന്റെ മുറ്റത്ത് നിൽക്കുന്നു. ശിവപ്രസാദിന്റെ തലക്കുള്ളിലൂടെ പലതരത്തിലുള്ള ചിന്തകൾ കത്തിക്കയറുകയാണ്. സഞ്ജനയുടെ മൂക്കിന്റെ മുകളിലുള്ള കറുത്ത പാട്, അമ്മയുടെ മൂക്കിന്റെ മുകളിലത്തെ കറുത്ത പാട്. അവസാനം ഒരു ഉറച്ച തീരുമാനത്തോടെ ശിവപ്രസാദ് സഞ്ജനയുടെ നേരെ തിരിഞ്ഞു. സഞ്ജന. വലിയ പ്രതീക്ഷയോടെ തന്നെ സഞ്ജന ശിവപ്രസാദിനെ നോക്കി. എന്റെ കൂടെ പോരുന്നു. സഞ്ജനയുടെ ഹൃദയത്തിനകത്ത് നിന്നും 1000 ചിത്രശലഭങ്ങൾ മാനത്തേക്ക് പറക്കുന്ന പോലെ തോന്നി. അവളൊന്ന് ചെറുതായിട്ട് മൂളി, പിന്നെ ഒന്ന് ചിരിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു.
അവർ രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് നടക്കാൻ തുടങ്ങി. സ്കൂളിന്റെ ഗേറ്റും കടന്ന് ടാറിട്ട റോഡിലൂടെ നടന്ന്